അല്ല റീസൺ ഉണ്ട്. റെസ്പോണ്ട് അവര് ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട് ഞാൻ ഇട്ടാ. ഞാൻ ഇന്ന് സിറ്റി കയറിയപ്പോ ഡ്രോപ്പ് നമ്പർ ഇട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് കയറി അടിച്ചാലോ? അല്ല കയറി അടിക്കൊന്നും വേണ്ട. വാ അകത്തേക്ക് സംസാരിക്കാം. വാ നടന്നു പോവാ. ഗണ്ണൊന്നും എടുക്കണ്ട. വാ 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 അകത്തേക്ക് സംസാരിക്കാം. വാ രണ്ടുപേരുള്ളത് ഇപ്പൊ ഇറങ്ങും. രണ്ടുപേരുള്ള ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ കേറട്ടെ സംസാരിക്കാം അവര് ഗ്യാങ്സിനകത്തുനിന്ന് ഇറങ്ങൂല. ഇപ്പൊ രണ്ടുപേരുള്ളതും കൂടി ഇപ്പൊ ഇറങ്ങും. കണ്ടോ എന്ത് ഗ്യാങ്സ് എവിടെന്ന് പറഞ്ഞേ? ഇറങ്ങി ജാതി പറ്റുന്നുണ്ടോ അവള്? ഇത്ര പേര് 4-5 പേരുണ്ടായിരുന്നു. ആ ഉള്ളവന്റെ അടുത്ത് പോയി സംസാരിക്കും. ഇനി അവൻ AFK അരമണിക്കൂർ അഭിനയിച്ചിട്ട് കത്തിയൊക്കെ പോകും. ഹലോ ഹലോ ഗൈസ്. ഹായ് ബ്രോ. ഹായ് ബ്രോ. എന്താണ് ബ്രോ SRR ഹലോ ബ്രോ കേക്കോ? ഹലോ എടാ SRR ഗ്യാങ്സ് ഒന്ന് എല്ലാരും ഉണ്ട്. ഹലോ ബ്രോ കേക്കോ? ഹലോ 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 ബ്രോ കേക്കുന്നില്ലേ? ബ്രോ നമ്മള് കൊറേ നേരമായിട്ട് വിളിക്കോ, കേക്കുന്നില്ലേ? ഹലോ അവനെ ഡൗൺ അവന് ചെവി കേട്ടൂടാ. അല്ലെങ്കിൽ നമ്മള് സംസാരിക്കുന്ന ഇറങ്ങിപ്പോണേ. സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. രമ്യ വീടാ അകത്തേരാൻ പറ്റൂല. ആ പറ്റും കേട്ടോ. അരുണ്ടോ? ഹലോ ബ്രോ. ഹലോ ബ്രോ. ഹലോ പോണ്ടാ. ഒരു 5 മിനിറ്റ് ഇവിടേക്കാണ്. ഒരു 5 മിനിറ്റ് ഇവിടേക്ക് വരും. നോക്കട്ടെ. വെയിറ്റ് കൊല്ലല്ലോ. അവന്റെ അടുത്ത് സംസാരിക്കാം. അവനെ വാസന അടിക്കാൻ കണ്ടോണ്ടിരിക്കാം. എല്ലാരും നമ്മളെ ഞങ്ങൾക്ക് എല്ലാരും ഇവിടെ വായേ. അണ്ണാ ഞാൻ ബ്രീച്ച് പറഞ്ഞിടുവാ. കേറിയല്ലടാ. വരുന്നുണ്ട്. മാർക്കിൽ വട്ടോ. എന്റെ മാർക്കിൽ നടത്തുന്നുണ്ട്. എല്ലാരും വന്ന പറഞ്ഞു കൊടുത്തേരെ. കൊള്ളാം. എന്തിനു കൊള്ളാം മിണ്ടാന്ന് മറ്റേ നിന്റെ വായിക്കാത്തോട് വെച്ചാ പൂണ്ടായിരുന്നു. എനിക്ക് തരാം. ഇനി വന്നില്ലെങ്കിൽ ഉളുപ്പില്ലാത്തവന്മാര് കിട്ടാൻ. ഇനി വന്ന് ചോദിക്കട്ടെ. തിരിച്ചു പോവാനോ? എടാ വാ നമുക്ക് തിരിച്ചു പോവാം. ഉമ്മര് വരും. ഇനി വന്നോളും. നമുക്ക് അവൻ വന്ന് എന്റെ ഫ്രണ്ടിൽ നിന്ന് ഷീൽഡ് അടിച്ച് മറ്റേ ഗണ്ണ് എടുത്തപ്പോഴാണ് ഞാൻ അടിച്ചത്. ഞാൻ കണ്ട അവനെ വെടിയും വെച്ച് ഞാൻ ഇപ്പൊ റീഫ്രഷ് ചെയ്തിട്ട് ഞാൻ എന്നിട്ടാ കൊന്നതാണ്. എല്ലാം ഒരുവിധം ശരിയായി വരുമ്പോ അതിന്റെ നമ്മുടെ ഗ്യാങ്സ് ഞാൻ ഫയർ കിട്ടേ. എല്ലാരും നോക്കിന്നെ. AFK നിക്കല്ലേ? ഇതൊക്കെ ആരെ AFK നിക്കുന്നേ? ഇല്ല ഇടിച്ചു എടാ വലിയമാരടുത്ത് പറഞ്ഞ കണ്ണ് കിട്ടും. ഇപ്പൊ പറയണ്ടല്ലോ. അവര് പോവാന്ന് പറഞ്ഞു. സ്നൈപ്പ് മെസ്സേജ് അല്ല പോവല്ലേന്ന്. എടാ ഈ വലിയവാ ഈ വലിയ എനിക്ക് TV വെച്ചില്ലേ
ഇപ്പൊ ഇടാൻ പറ്റും. സ്പാം ചെയ്താൽ വരും 10 സെക്കൻഡ്. എടാ വലിയമാരടുത്ത് പോവല്ലേന്ന് ഇടാൻ പറഞ്ഞപ്പോഴത്തെ SRR പോവല്ലേന്ന് പറഞ്ഞോണ്ട് വരുത്തി. ഇത് ആരാടാ ഇവിടെ നിക്കുന്നേടാ? കണ്ണാപ്പി ഒന്ന് കേറി പോടാ ഒന്ന്. ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. വലിയ വെയിറ്റ് ഇട്ടാടാ. ഇട്ടിപ്പിട്ടോ കൂടുതൽ മാറി. ഞാൻ ഇട്ടിട്ടുണ്ട് തന്നെ. ആളുള്ളപ്പോ ഇവന്മാർ നമ്പർ ചോദിച്ചിട്ട് തരാൻ പറ്റാത്ത തീട്ടങ്ങളാണ് ഈ കിടന്ന് പറയുന്നത്. എടാ അമ്മടുത്ത് പറ ആട്. എടാ ഇത്രയും പറഞ്ഞാ മതി. ഗ്യാങ് ഹൗസിൽ വന്ന് അടിച്ചിട്ട് നിനക്കൊന്നും ചോദിക്കില്ലെങ്കിൽ നിന്റെയൊക്കെ ഉറപ്പ് മനസ്സിലായി എന്നങ്ങ് പറഞ്ഞാ മതി. ഇവന്മാരുടെ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നില്ല. കൊണേഡി ഉണ്ടല്ലോ ഓൾറെഡി പറഞ്ഞില്ലടാ. നമ്മള് വാറ് വിളിച്ചാ പോരെ. നമ്മളങ്ങ് വാറ് വിളിച്ചാ പോരെ. ആറ് വിളിച്ചൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ലടേ ഇവന്മാര്. വാര് വിളിച്ച് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ബ്രീസ് ചെയ്യാൻ പറ്റും. അവര് 8-10 വരെ നമ്മൾ ഡൗൺ ആക്കിയായിരുന്നല്ലോ. അതിനവർക്കും ചോദിക്കണ്ട. പ്രോപ്പറായിട്ട് പോകാനാണ് ഇത്രയും ട്രൈ ചെയ്യണം. ഈ കുണ്ണാള് വീണ്ടും കയറി ഊമ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിടിച്ച് അടിക്കല്ല അതിനെ പിടിച്ച്. ഇന്നലെ സിറ്റുവേഷൻ ട്രിഗറായി. ഞാൻ സിറ്റുവേഷൻ ട്രിഗറായി. എന്നിട്ട് OCയിൽ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാം ബ്രോ POV ചെക്ക് ചെയ്തപ്പോ ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞവന്മാരാ. എന്നിട്ട് നമുക്ക് പറഞ്ഞ സിറ്റുവേഷൻ ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും വന്നിട്ട് ഫ്ലഫി ആയിട്ട് TV എടുത്ത സിറ്റുവേഷനാ. ശരിയാ. അത് എന്റെ ചന്ദ്രനെ മെറ്റടിച്ചു വന്ന് ചന്ദ്രനെ വെറുതെ സംസാരിക്കാൻ ഒരുപാട് ട്രൈ ചെയ്ത് ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് ബ്രോ കാര്യം പറ എന്തോന്ന് കാര്യം പറയാന്ന് പറഞ്ഞിട്ട് പീഡിയുടെ അടുത്ത് എന്നിട്ട് ഒരു അവിടെ ഇട്ട് വരെ അടിച്ചാനെ. അവിടെ ഇട്ട് വരെ അടിച്ച്. എന്നിട്ടും ഇവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കണ്ട ഒന്നും എടുക്കണ്ട. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കൊണ പറഞ്ഞിട്ട് പോവാ. ഇതെന്ത് എത്ര ദിവസം ഇനി കൊണ്ടു നടക്കണത്? ഒരു തവണ സബിന് വേണ്ടി കരഞ്ഞതല്ലേ മോനെ എന്ന്. SRR ഡാനി ജെയിംസ്. അല്ലല്ല ഞാൻ എനിക്ക് നമുക്കതിന്റെ ഭയങ്കര ഇതുണ്ടല്ലോടാ. നമുക്ക് സബ് ഭയങ്കര കുറവാണ്. നമുക്ക് അതിന്റെ നമ്മളങ്ങനെ അതിനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സബിന് വേണ്ടി തരുന്ന ആരും ഇല്ലായിരിക്കും. സത്യം. ഇപ്പൊ മറ്റേ നമ്മള് ഇത് വിളിച്ചിട്ട് അതും പറ്റത്തില്ല. മറ്റേ മീറ്റിംഗ് വിളിച്ചിട്ട് ഫോണിന് മറ്റേ അത് വീണ്ടും നമ്പർ ഇട്ട് അതും പറ്റണില്ല. ഇപ്പൊ ഒരു 5 മിനിറ്റ് കിട്ടും. റീസ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മിനിറ്റ് കൂടെ കൊടുക്കണമെന്ന് നോക്കേ. അല്ല ഇവന്മാര് എത്ര മിനിറ്റ് കഴിഞ്ഞാണ് കയറി അടിക്കേണ്ടത്? 15. ഇപ്പൊ 5 മിനിറ്റ്. ഇപ്പൊ മൊത്തം എത്ര മിനിറ്റ് ആയി നോക്കിക്കോളാം. നമ്മൾ ഫസ്റ്റ് വാറിന്റെ ടൈം നോക്കിക്കോളാം. പ്രോപ്പർ 5 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് ടൈം നോക്കിക്കോ. റീസ്റ്റാർട്ട് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് നോക്കിക്കോളാം. റീസ്റ്റാർട്ട് ചെയ്തിട്ട് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് കയറി അടിക്കാം. ഓക്കെ ആരാ കല്ലിയടാ അത്? ഇല്ലില്ലേ ഞാനുണ്ട്. നമ്മുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടില് എടാ കേറാൻ പറ. എല്ലായിടത്തും കേറാൻ പറ. ഇതൊക്കെ എന്തിന് നമ്മുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടില് എടാ മേലെ കയറി ഗ്യാങ്സിന്റെ മേലെ കയറിടാ. ആള് കേറാത്തോണ്ട് മെറ്റടാ. ഗ്യാങ്സിന്റെ മണ്ടയില്ലേ? ഗ്യാങ്സിന്റെ മണ്ടയ്ക്കാ. ഗ്യാങ്സിന്റെ മണ്ടി കയറി. എല്ലായിടത്തും കേറാൻ പറ. ഗ്യാങ്സിനകത്ത് ഇറങ്ങാൻ പറയടാ. നമ്മുടെ ഗ്യാങ്സിലെ ചന്ദ്രൻ ടൗണേ അറിഞ്ഞൂടാ. വെയിറ്റ് ബാക്കിൽ വരുമേ. ഐഡിയ ആയിരുന്നു കേട്ടോ. കൊള്ളാം. ഓ സ്വന്തം ഗ്യാങ്സ് കയറിയപ്പോ ഇല്ലാത്ത 18 പേരെ. എടാ പുഷ് ചെയ്യണ്ട. വാടാ പുഷ് ചെയ്യണ്ട.
പുഷ് ചെയ്തടാ. എടാ ചന്ദ്ര എല്ലായിടത്തും കേറാൻ പറയടാ. അവന്മാര് മറ്റേ പ്ലാൻ ചെയ്ത് കളിയാ. മറ്റേ നമ്മള് കേറുന്നതിന് മുന്നേ ആദ്യമേ കേറി സിറ്റിയിലെ ഫസ്റ്റ് സീറ്റ് പിടിച്ചിരിക്കണ്ടാ. ഐഡി നമ്പർ 1 2 3. ആർക്ക് മനസ്സിലായിട്ടില്ല ബ്രോ. ഇതിന് ബ്രീച്ച് വേണ്ട, ഇതിനൊന്നും ബ്രീച്ച് വേണ്ട. അതെ അതെ, ആർക്ക് മനസ്സിലായിട്ടില്ല, സംഭവം ആർക്ക് മനസ്സിലായിട്ടില്ല. ആർക്കും ഡൗട്ട് ഒന്നുമില്ല. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആർക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചത്തേ, എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ചത്ത്. ഞാൻ വെടിയുണ്ടല്ല ചത്തത്. ഞാനെങ്ങനെ ചത്തേ? അടിച്ചിടുവേ, ഇപ്പൊ അടിച്ചിടുവേ. ഇവിടെ സ്പോണായി അടിച്ചിട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ. അതാണ് ഇനിയുള്ള പ്രശ്നം. സ്പോണാവുന്നത് കൊടുത്ത് അടിക്കോളാ, വെറുതെ അടിച്ചോണ്ടിരിക്കും. വാർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ബ്രീച്ച് ഇടാലോ. അതിന് വാർ ഒരു സെക്കൻഡ് വല്ലാത്ത തെളിവുള്ള ഏത് കൂതി പോണത്. ഒരു റെക്കോർഡ് ചെയ്ത് വെക്കാം. വാ വാ. ഇതെന്താ വേറെ സ്ഥലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നേ? ഒരേ മിനിറ്റ്. തെറിവിളിയാ എന്തിനാ? കഴപ്പ് തന്നെ കേട്ടാ. അടിച്ചു വന്നിട്ട് ഒരൊറ്റ തന്ത കൊണ്ടുവരാണെങ്കിൽ നീ വീസി വേണം. നീ പറയണ വീസി ഞാൻ വരാം. നീ പറയണ വീസി വരാം ഞാൻ. ഏത് അപ്പന്റെ മോനായാലും നീ പറയണ വീസി ഞാൻ വരാടാ. നമ്മള് വാറിട്ടടാ. വാറിടുമ്പോ അത് ഏത് കാറ്റഗറിയിലാണ് തിരിച്ച് ഗ്യാങ്സിലോട്ട് കയറി വരുന്നേ? അയ്യേ ബ്രോ, തിരിച്ച് സംസാരിക്കാൻ തെറി വിളിക്കണ. തിരിച്ച് സംസാരിക്കുന്ന തെറി വിളിക്കണം. കൊടുക്ക. ഇതൊക്കെ വാങ്ങിച്ചോണ്ടേ പോ ബ്രോ. ഇതൊക്കെ വാങ്ങിച്ചോണ്ടേ പോത്തുള്ളൂ. നീ എഴുതി വെച്ചോടാ കുണ്ണേ. നിങ്ങൾ എന്താ ചെയ്തെന്ന്? നമ്മള് അത്രയും നേരം സിറ്റിയിൽ നിന്നിട്ട് അവന്മാരെ മെസ്സേജ് കോള് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ട് അവന്മാർ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് സിറ്റുവേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുത്തനെ അടിച്ചു. ഗ്യാങ്ഹോസ് ഞങ്ങൾ ബ്രീച്ച് ചെയ്തില്ല. ഗ്യാങ്ഹോസിൽ പോയി വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് ഗ്യാങ്ഹോസിൽ പോയി ഒരുത്തനെ അടിച്ചിട്ടു. മനസ്സിലായോ? അടിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഗ്യാങ്ഹോസിൽ നിന്നില്ല, കാരണം ഇവന്മാരെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. മനസ്സിലായോ? പോയിട്ട് ഇന്നലെ 2-3 ദിവസം കൊണ്ട്, അതായത് 2-3 ദിവസം കൊണ്ട് തുടങ്ങിയ സിറ്റുവേഷൻ ഈ യവന്മാര് ഇന്നലെ ഇതാക്കിയിട്ട് യവന്മാര് പോയി. അത്രയും പേര് നടന്നിട്ട് നമ്മൾ വീണ്ടും സിറ്റി കയറി ഇന്നലെ. യവന്മാര് ഇന്നലെ വന്നില്ല. ഓക്കെ, ആ സിറ്റുവേഷൻ 2 സൈഡിൽ നിന്ന് പോയി. ഇന്ന് അവന്മാർക്ക് ഒരു ബുദ്ധിയില്ല, അവന്മാർക്ക് ഒരു ഐഡിയ ഇല്ല എന്താ നടക്കണേന്ന്. അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒന്നും ആർക്കും അറിഞ്ഞൂടാ. മാന്യന്മാര്, ഫുള്ള് മാന്യന്മാര്. എന്നിട്ട് നമ്മൾ അവരെ ഗ്യാങ് സംസാരിക്കാൻ പോയി. ചന്ദ്ര ഒരു നായിന്റെ വണ്ടി കെട്ടിട്ട് പോടാ. ഉണ്ടാച്ചി വണ്ടി ഇവിടെ സ്പോണായി വന്നിട്ട് വണ്ടി ഇട്ട്. അയ്യേ ബാബു, അതിനാണ് വണ്ടി കയറ്റിയതുണ്ടോ? കഴിവില്ലാത്ത നായിന്റെ മോൻ. തള്ള ഓളികൾ വിളിക്കണ തെറി കേക്കണം. ചുമ്മാ അടിച്ചു വന്നവന്മാർക്ക് കൊന്നല്ലേ. അസീമാണത്. പ്യുവർ ഫ്രസ്ട്രേഷൻ. കേട്ടോ നമ്മൾ കേട്ടോടാ. നീ കേട്ടോടാ അസീമ, നിന്നെ തണ്ടാ വിളിച്ചത്. അയ്യേ സോറി അണ്ണ, ഒരു ചാൻസ് ഉണ്ടാക്കി തരും അണ്ണ എന്ന് മുമ്പ്. നമുക്ക് സംസാരിക്കാം. നീ ഒരു സീനില്ല, നമുക്ക് സംസാരിക്കാം ബ്രോ. ഒരു സീനില്ല, സംസാരിക്കാം. നമുക്ക് തെറി വിളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ചന്ദ്ര എവിടെയാ? ചന്ദ്ര എവിടെയാ സ്പോൺ? ഞാൻ ഗ്യാങ്സ് ഉണ്ട്. ചന്ദ്ര എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു തെറിവിളി ഞാനും നിനക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഇവിടെ അടുത്തപ്പുറത്ത് താഴെ ആൾക്കാരുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ നല്ലത് വിളിക്കായിരുന്നു. പക്ഷെ എല്ലാരും കൂടെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ സീനാണ് ഇവിടെ. അതുകൊണ്ടാ. നീ വാ ബ്രോ, നമുക്ക് സംസാരിക്കാം. ഡെക്ക്, എനിക്ക് ആ തൊണ്ട ഇടറിയ ഒരു പട്ടിയുടെ ഓർത്ത ഒരു സൗണ്ടുള്ള ഒരുത്ത ഉണ്ടായിരുന്നല്ലോ. അവന്റെ പേരെന്തുവായിരുന്നു? അവനറിയോ ആർക്കേലും? ആരെങ്കിലും ട്രാപ്പ് ആണെങ്കിൽ പറ.
കുറച്ച് ടൈം എടുക്കുമെന്നുള്ള കാര്യം അത്രക്ക് അറിയത്തില്ലേ? എടാ ഓവർ ബുദ്ധിയടാ പറ്റൂ, ഇതൊക്കെ പറ്റൂ. അവന്മാരെ ഗ്യാങ്സ് കയറി അടിച്ചപ്പോ പോലും ചോദിക്കാൻ വരുന്നവന്മാരെ വെയിറ്റ് ചെയ്തിരുന്ന മനസ്സിലായ അതാണ് ഇങ്ങനെ പറ്റൂ, അടിക്കാനേ പറ്റൂ. വണ്ടി ഇപ്പൊ എങ്ങനെ എടുത്ത് എങ്ങനെ ഇപ്പൊ ഇറങ്ങണമെങ്കിൽ ഇറങ്ങും. നമ്മളല്ല ഒരു വിധം ആളെത്തിയപ്പോഴേ വലിഞ്ഞ് ഗ്യാങ് ഹൗസിൽ കണ്ടയിലെത്തന്മാരൊക്കെ പോണ്ട, അവന്മാരെ ഗ്യാങ് ഹൗസിലോട്ട് പോണ്ടാ. ഇല്ല നേരത്തെ അടിച്ചെന്തായിരുന്നു ഉമ്മാർക്ക് ആലോചിച്ചോക്കടാ. നേരത്തെ നമ്മള് എടാ ഉമ്മാരെ ആളുണ്ട് നമ്മളും ആളുണ്ട് നേരത്തെ, മനസ്സിലായാ? അപ്പൊ അടിക്കാത്ത എന്തായിരുന്നു? ഗ്യാങ് ഹൗസ് ഉള്ളമാരും വണ്ടി നടന്നറാ. അതാ സാറേ വണ്ടി അകത്ത് നടക്കണ്. എടാ ചന്ദ്രു ആലോചിച്ചോക്കണേ. ചന്ദ്രു നേരത്തെ നമ്മള് സിറ്റിയിൽ ആളുണ്ടായിരുന്നപ്പോഴേ വാര വിളിച്ചിട്ട് പോലും ഒന്നിനും വയ്യാത്തവന്മാര്. അല്ല ഈ കുണ്ണകളെ നല്ല തെറി വിളിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് അടിച്ചിട്ട് എല്ലാരും ഉണ്ട്. 15 പേര് കണ്ട് വാറ വിളിച്ച്. ഇത് മൈൻഡാക്കട. വാര വിളി. വാറിട്ടെ ഇടട്ടെ. 15 പേര് കേറട്ടെ. ഓക്കെ